ഇനി കാത്തിരിപ്പ് മണിക്കൂറുകൾ മാത്രം. ഡൊമിനിക് എന്ന മമ്മൂക്കയുടെ 2025 ആദ്യ ചിത്രം തിയേറ്ററുകളിലെത്താൻ ഒരുങ്ങുകയാണ്. ഡൊമിനിക്കിന്റെ ആദ്യ ഷോ തുടങ്ങാൻ വേണ്ടി മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഡൊമിനിക് എന്ന സിനിമയുമായി പ്രവർത്തിച്ചവരും ചിത്രത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നവരുമാണ് ഈ ഒരു പ്രിവ്യൂ ഷോ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രിവ്യൂ ഷോ റിപ്പോർട്ടിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രം ഗംഭീരമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഡൊമിനിക് എന്ന സിനിമയുടേതായി പുറത്തുവന്ന ഒഫീഷ്യൽ പോസ്റ്ററിലൂടെ മമ്മൂട്ടി കമ്പനി വെളിപ്പെടുത്തിയ ആ വാക്കുകൾ സത്യമാകുകയാണ്. ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ആരും ചെറുതായി കാണണ്ട, ഇത് വേറെ ലെവലാകും. പ്രിവ്യൂ ഷോ കണ്ട് പുറത്തിറങ്ങിയവരുടെ നിന്നും കിട്ടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫ് തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. എല്ലാത്തരം സിനിമാ പ്രേമികളെയും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള എല്ലാ ചേരുവയും ഈ സിനിമയിലുണ്ടെന്ന് വ്യക്തമാണ്. ആക്ഷൻ, കോമഡി, ത്രില്ലിംഗ് മൂവ്മെന്റ്സ്, അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ഡൊമിനിക്കിലുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തിയ ഏറ്റവും ചിലവേറിയ ചിത്രമായ ടെർബോ എന്ന സിനിമ കഴിഞ്ഞ കൊല്ലം റിലീസ് ചെയ്തത് 2024 ജനുവരി 23 ഇപ്പോഴത്തെ അതേ ദിവസം മമ്മൂട്ടി കമ്പനിയുടെ ലോ ബഡ്ജറ്റ് ചിത്രമായ ഡൊമിനിക്കും എത്തുകയാണ് നാളെ. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടാൻ സാധിച്ചതുകൊണ്ട് തന്നെ ബുക്ക് മൈ ഷോയിലും ചിത്രം ട്രെൻഡിങ്ങിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 1200 പരം ടിക്കറ്റുകളാണ്. ഒരു സാധാരണക്കാരനായ ഡിറ്റക്റ്റീവിന്റെ ജീവിതത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന ഒരു കൊച്ചു ചിത്രം തന്നെയാണിത്. 2 മണിക്കൂറും 33 മിനിറ്റുമുള്ള ഈ ഒരു സിനിമ എല്ലാ തരത്തിലുമുള്ള സിനിമാ പ്രേമികളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് ചിത്രത്തിന്റെ സംവിധായകനായ ഗൗതം മേനോൻ എന്ന സംവിധായകന്റെ ഓരോ ഇന്റർവ്യൂവിൽ നിന്നും വ്യക്തമാണ്. അദ്ദേഹത്തിന് ചിത്രത്തിന്മേലുള്ള കോൺഫിഡൻസ് എത്രയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഡൊമിനിക് എന്ന സിനിമക്ക് ആദ്യ ദിവസം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടാൻ സാധിച്ചാൽ, മികച്ച അഭിപ്രായം ചിത്രത്തിന് നേടാൻ സാധിച്ചാൽ ചിത്രത്തിന്റെ സീക്വൽ ഉടനുണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞു. മികച്ച അഭിപ്രായമാണ് പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.